വാസുദേവായ. ഓം ശ്രീ നാരായണീ നമഃ. ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നമ്മൾ 89-ാമത്തെ അധ്യായത്തിലെ പകുതി വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി 89 അധ്യായത്തിലെ ബാക്കി വരുന്ന ഭാഗങ്ങളും അതുപോലെ 90-ാമത്തെ അധ്യായം കൂടിയും പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമ്മൾ ഈ ദശമസ്കന്ധം മുഴുവനായിട്ട് പറഞ്ഞു കഴിയുകയാണ്. ഇനി ഈ ദശമസ്കന്ധത്തിലെ 89-ലെ പകുതി ഭാഗങ്ങളിൽ വരുന്ന കഥാഭാഗം സന്താനഗോപാലം എന്ന് പറയുന്ന കഥയാണ്. സന്താനഗോപാലം കഥയുടെ താത്പര്യം നമുക്ക് പരിശോധിക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് സ്പഷ്ടമാക്കുവാൻ സന്താനഗോപാല ചരിത്ര ശ്രവണം കൊണ്ട് സാധ്യമാകും. അക്രൂരരെ ശ്രീകൃഷ്ണ ഭഗവാനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അക്രൂരർക്ക് ബോധ്യമായിട്ടുണ്ട് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നത്. എന്നാൽ ഈ സന്താനഗോപാലം ലീലയിലൂടെ അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദ്വാരകയിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഈ ബ്രാഹ്മണന് മക്കൾ ജനിച്ചു കഴിയുമ്പോൾ ആ മക്കളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ പുത്രനെ ജന്മം കൊടുത്തു ബ്രാഹ്മണൻ. അപ്പോ ജന്മം കൊടുത്ത സന്തോഷം കൊണ്ട് കുട്ടിക്ക് ആവശ്യമായ അനന്തര ക്രിയകളെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോഴേക്കും ആ കുട്ടി മരിച്ചു പോവുകയാണ് ചെയ്തത്. കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ദുഃഖാർത്തനായ ബ്രാഹ്മണൻ മൃതദേഹവും കയ്യിലെടുത്തുകൊണ്ട് ദ്വാരകയിൽ സുധർമ്മ എന്ന് പറയുന്ന രാജസഭയിൽ എത്തി സങ്കടം ബോധിപ്പിച്ചു. ബ്രാഹ്മണന്റെ സങ്കടത്തെ സശ്രദ്ധം ശ്രവിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഇത് ഈശ്വരേച്ഛയാണ്. ദൈവഹിതമായ ഈ ഈശ്വരേച്ഛയെ മറികടക്കുവാൻ ആർക്കും സാധ്യമല്ല. അവശ്യം സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞ് അതിനെ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനുമാണ് പ്രയത്നം ചെയ്യേണ്ടത്. ഈശ്വരഹിതമായതുകൊണ്ട് അങ്ങയുടെ ദുഃഖത്തിൽ നിന്ന് മോചനം തൽക്കാലം സാധ്യമല്ല എന്ന് ആ ബ്രാഹ്മണനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു. ബ്രാഹ്മണനും ആ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയാം എന്ന് വരികയാണെങ്കിലും സ്വന്തം മക്കള് മരിക്കുമ്പോൾ ആർക്കാണ് അതിലെ ആശ്വാസവും സമാധാനവും കണ്ടെത്താൻ കഴിയുക? എന്നാലും ബ്രാഹ്മണൻ തന്റെ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീട് ആ ബ്രാഹ്മണന് രണ്ടാമതും പുത്രനുണ്ടായി. ആ പുത്രനും ആദ്യപുത്രന്റെ ആ കഥ പോലെ തന്നെ രണ്ടാമത്തെ പുത്രനും ജനിച്ചുടനെ മരിച്ചു പോവുകയാണ് ചെയ്തത്.
ആ സന്ദർഭത്തിലും ബ്രാഹ്മണൻ തന്റെ കുഞ്ഞിന്റെ മൃതദേഹവും എടുത്തുകൊണ്ട് ശ്രീകൃഷ്ണ സദസ്സിൽ ചെന്ന സങ്കടം പറയുന്നുണ്ട്. അപ്പോഴും ഭഗവാൻ പഴയ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രാഹ്മണൻ കരുണാർണവനായ ഭഗവാനും കൂടി തന്റെ പേരിൽ കനിവ് കാണിക്കുന്നില്ലല്ലോ എന്നോർത്ത് ആ ബ്രാഹ്മണൻ മാറത്തടിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്തു. പിന്നീട് ആ ബ്രാഹ്മണന് 7 മക്കൾ കൂടി ജനിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളും ഇങ്ങനെ ജനിച്ച വഴി തന്നെ മരിക്കുകയാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം രാജസദസ്സിൽ വന്ന് സങ്കടം പറയുന്നുണ്ട്. ഭഗവാൻ പഴയതുപോലെയുള്ള പല്ലവി തന്നെ അനുപല്ലവിയായിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോ 9ാമത്തെ പുത്രൻ ജനിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ആ കുഞ്ഞിന്റെ മൃതശരീരവും എടുത്ത് ഈ ബ്രാഹ്മണൻ സുധർമ്മയിൽ ചെന്നപ്പോൾ അന്ന് ആ സഭയില് അർജുനൻ കൂടി ഉണ്ടായിരുന്നു. അർജുനന് ആ സ്വധർമ്മനിഷ്ഠ ആചരിക്കുന്ന ബ്രാഹ്മണന്റെ രോദനം, ബ്രാഹ്മണന്റെ വിലാപം, ബ്രാഹ്മണന്റെ സങ്കടം അത് കണ്ടു നിൽക്കുവാനുള്ള കരുത്തുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അർജുനൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമൻ, അങ്ങനെയും വിഷമിക്കരുത്. ഇനിയും അങ്ങേക്കൊരു സന്താനമുണ്ടാകുന്ന പക്ഷം ആ സന്തതിയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഇത് സത്യമാണ്. എന്റെ സത്യം അസ്ഥാനത്താവുകയില്ല. കാരണം ഞാൻ കരബലം കൊണ്ട് കിരാതമൂർത്തിയെ പ്രസാദിപ്പിച്ച അർജുനനാണ്. അർജുനനായി എനിക്ക് അസാധ്യമായിട്ട് 3 ലോകങ്ങളിലും ഒന്നും തന്നെ ഇല്ല. വേണ്ടി വന്നാൽ മൃത്യുദേവനെ തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചായാലും ഞാൻ അങ്ങയുടെ പുത്രനെ സംരക്ഷിക്കുന്നത് തന്നെയായിരിക്കും. ഇനി എനിക്ക് അങ്ങയുടെ പുത്രനെ സംരക്ഷിച്ച് ജീവനോടുകൂടി അങ്ങേക്ക് തിരിച്ചു തരുവാൻ സാധിക്കാതെ വന്നാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് എന്റെ ദേഹത്തെ നശിപ്പിച്ചു കളയും. ഇത് സത്യം. അത് കേട്ടപ്പോൾ പരിശുദ്ധനായ ബ്രാഹ്മണന് വളരെയധികം ആശ്വാസമായി. ആശ്വാസം കണ്ടെത്തിയ ബ്രാഹ്മണൻ അർജുനന്റെ വാക്കുകളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക തന്നെ ചെയ്തു. സന്തോഷത്തോടുകൂടി ആ ബ്രാഹ്മണൻ തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നീട് ആ ബ്രാഹ്മണൻ അർജുനന്റെ മഹിമയെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീകൃഷ്ണൻ പോലും കൈയൊഴിഞ്ഞ എന്നെ അർജുനനാണ് ഇപ്പോൾ ആശ്വസിപ്പിച്ചിരിക്കുന്നത്. ഇനിയും എനിക്ക് സന്തതി ഉണ്ടാകുന്ന പക്ഷം തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ലഭിക്കുക തന്നെ ചെയ്യും
എന്നെല്ലാം പറഞ്ഞ് ബ്രാഹ്മണൻ കാലം കഴിക്കുകയാണ്. ആ സാഹചര്യത്തിൽ വീണ്ടും ആ ബ്രാഹ്മണ സ്ത്രീ 10ാമതും ഗർഭം ധരിച്ചിരിക്കുകയാണ്. 10 മാസം തികഞ്ഞ് പ്രസവവേദന ആരംഭിച്ചു. പ്രസവവേദന കൊണ്ട് ദുഃഖിക്കുന്ന തന്റെ പത്നിയുടെ അവസ്ഥ കണ്ടപ്പോൾ ബ്രാഹ്മണൻ കൂടുതൽ പരിഭ്രാന്തനായി. അദ്ദേഹം ഉടനെ അർജുനന്റെ അടുക്കലെത്തുകയും വിവരം ധരിപ്പിക്കുകയും ചെയ്തു. ബ്രാഹ്മണനിൽ നിന്നും വിവരമറിഞ്ഞ അർജുനൻ ജലസ്പർശം ചെയ്ത് ശുദ്ധി വരുത്തി സൂതികാഗ്രഹത്തിന്റെ എല്ലാ വശങ്ങളിലും ശരക്കൂടം കെട്ടി. എന്നിട്ട് ഗാണ്ഡീവത്തെ ധരിച്ച് ദിവ്യാസ്ത്രങ്ങളും കയ്യിലെടുത്ത് കാത്തുനിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ പ്രസവിക്കുക തന്നെ ചെയ്തു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ കരയുന്ന ശബ്ദവും പുറത്തേക്ക് കേട്ടു. കരച്ചിൽ കേട്ട ബ്രാഹ്മണൻ സന്തോഷവും പരിഭ്രമവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ശുദ്ധജലത്തിൽ കുളിച്ച് ദാനാദി സത്കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയുമോ? പ്രസവിച്ചു കഴിഞ്ഞ ആ കുഞ്ഞിനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയായിരുന്നു. ആ കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ആ ബ്രാഹ്മണ ബാലൻ പെട്ടെന്ന് മേൽപോട്ട് ഉയരുകയും കാണാതാവുകയും ചെയ്തു. ഇതിനു മുമ്പുള്ള 9 കുട്ടികളുടെ കാര്യത്തിൽ ആ കുട്ടികളുടെ മൃതദേഹമെങ്കിലും ബ്രാഹ്മണനും ബ്രാഹ്മണിക്കും ലഭിച്ചിരുന്നു. അർജുനന്റെ സംരക്ഷണയുള്ള ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പം മൃതദേഹം കൂടി ഇല്ലാതെ കുഞ്ഞ് നഷ്ടമായിരിക്കുകയാണ്. അങ്ങനെ ശോകാർദ്ധനായിരിക്കുന്ന ബ്രാഹ്മണൻ അർജുനന്റെ അടുക്കിലെത്തി കരഞ്ഞുകൊണ്ട് അർജുനനെ കഠിനമായിട്ട് നിന്ദിച്ചു. വാക്കു പാലിക്കുവാൻ സാധിക്കാത്ത ഭീരു എന്നെല്ലാം വളരെ നിന്ദ്യമായ ശബ്ദത്തിൽ തന്നെ അർജുനനെ വേദനിപ്പിക്കുക തന്നെ ആ ബ്രാഹ്മണൻ ചെയ്തു. ബ്രാഹ്മണന്റെ നിന്ദാവചനങ്ങൾ കേട്ടപ്പോഴോ അർജുനനിൽ പ്രത്യേകിച്ച് ക്ഷോഭങ്ങളൊന്നും ഉണ്ടായില്ല. സ്വാഭാവികം, തനിക്ക് തന്റെ വാക്ക് തൽക്കാലം പാലിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. അപ്പൊ അത് പാലിക്കുന്നത് വരെയും ബ്രാഹ്മണൻ പറയുന്ന ശകാരത്തെ താൻ കേട്ടേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ അർജുനൻ എന്ത് ചെയ്തു? ദേഷ്യമൊന്നും പ്രകടമാക്കാതെ യോഗവിദ്യ കൊണ്ട് സ്വർഗം, നരകം തുടങ്ങിയ ലോകങ്ങളിലെല്ലാം ബ്രാഹ്മണ ബാലനെ അന്വേഷിച്ച് സഞ്ചരിക്കുക തന്നെ ചെയ്തു. എങ്കിൽ അർജുനൻ തന്റെ ഉപാസനമൂർത്തിയായ കൈലാസത്തിൽ ശിവഭഗവാന്റെ ലോകത്തിൽ മാത്രം അന്വേഷിക്കുവാൻ പോയില്ല. അതിന് കാരണം ശിവഭക്തനായ അർജുനനെ തന്റെ പ്രഭുവായ ഈശ്വരനായ ഗുരുവിനോടുള്ള ആ വിശ്വാസം തന്നെയാണ്. അങ്ങനെ അഭിമാനിയായ അർജുനൻ
പിന്നീട് അല്പവും താമസിച്ചില്ല, അഗ്നികുണ്ഡം തീർത്തു. കാരണം കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ തനിക്ക് സാധിച്ചില്ലെങ്കിൽ താൻ ദേഹത്യാഗം ചെയ്യുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തില് ഇനിയും താൻ തന്റെ ദേഹത്തിൽ തുടരുന്നത് യുക്തമല്ല, ഭംഗിയല്ല എന്ന് ബോധിച്ച അർജുനൻ മരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ ആ അഗ്നികുണ്ഡത്തില് അഗ്നിക്ക് പ്രദക്ഷിണം ചെയ്ത് അഗ്നികുണ്ഡത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടുവാൻ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? തീയിൽ പതിക്കുന്നതിന് മുമ്പേ ആപദ്ബാന്ധവനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പാർത്ഥനെ പിടിച്ചു മാറ്റി. എന്നിട്ട് ഭഗവാൻ മന്ദഹാസമത് തൂകിക്കൊണ്ട് അർജുനനെ സമാധാനിപ്പിച്ചു. എന്താ അർജുന, നിന്നെ സദാപി സഹായിക്കുവാൻ ഞാനുണ്ടെന്നുള്ള ആ ധാരണ നീ മറന്നുപോയോ? എന്താണ് അവിവേകം പ്രവർത്തിക്കുന്നത്? പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താം. ദുഃഖിക്കണ്ട, വരും, എന്റെ കൂടെ വരും എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി ഭഗവാന്റെ ദിവ്യമായ തേരിൽ കയറി ദാരുകനെ കൊണ്ട് ഭഗവാൻ ആകാശമാർഗത്തിലൂടെ തേരിനെ സഞ്ചരിപ്പിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ദാരുകനുമായിട്ട് ആ രഥം സപ്തസാഗരങ്ങളും സപ്തദ്വീപുകളും കടന്ന് അങ്ങനെ മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അത് ലോകാപർവതവും അലോകപർവതവും ലോകാലോകപർവതവും എല്ലാം കടന്ന് അഗാധമായ ഇരുട്ടിന്റെ ലോകത്തിലൂടെ അത് മുന്നോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി. ആ ഇരുട്ട് ഉള്ള ലോകത്തെത്തിയപ്പോഴോ ഭഗവാൻ തന്റെ സങ്കല്പം കൊണ്ട് സുദർശനത്തെ അവിടെ പ്രകാശിപ്പിക്കുകയും സുദർശനത്തിന്റെ ദിവ്യമായ പ്രകാശധാരയാൽ അന്ധകാരാവൃതമായിരുന്ന ലോകമെല്ലാം പ്രകാശമാവുകയും ചെയ്തു. അങ്ങനെ ആ ക്ഷീരസാഗര മധ്യത്തിൽ ശോഭിക്കുന്ന വൈകുണ്ഠലോകം അർജുനനും കാണുവാൻ സാധിച്ചു. ശ്രീകൃഷ്ണാർജുനന്മാര് ആ ആനന്ദലോകത്തില് പ്രവേശിച്ചു. അവിടെ 1000 ശിരസ്സുള്ള അനന്തമൂർത്തിയാകുന്ന മെത്തയില് പള്ളികൊള്ളുന്ന ലക്ഷ്മീപതിയായ ശ്രീ പത്മനാഭനെ ശ്രീകൃഷ്ണാർജുനന്മാര് ദർശിച്ചു, വന്ദിച്ചു, നമസ്കരിച്ചു. അർജുനൻ അത്ഭുതത്താലും ആനന്ദത്താലും പരവശചിത്തനായി. ആ സമയം സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുവാനുള്ള മോഹം കൊണ്ട് ബ്രാഹ്മണ ബാലന്മാരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഭൂമിയുടെ ഭാരം നശിപ്പിച്ച നിങ്ങൾ താമസിയാതെ ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം. ഇനിയും വൈകുവാൻ പാടുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൗത്യമെല്ലാം ഏറെക്കുറെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ദ്വാരകാവാസികളും മറ്റവശേഷിക്കുന്ന കുറച്ചു പേരും കൂടിയുമേ ഇനി ഭൂമിയിലെ ഭാരമായിട്ട് ഉള്ളൂ. അവരെ കൂടി ഇല്ലാതാക്കിയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും
ഈ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇതാ അർജുനൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയോടൊപ്പം ഈ 9 കുട്ടികളെ കൂടി കൂട്ടി 10 കുട്ടികളെയും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളെയും ആ വൈകുണ്ഠനാഥൻ അവരുടെ അടുക്കല് തിരിച്ചു കൊണ്ടുപോകും. അത് കേട്ട അർജുനൻ ആഹ്ലാദത്തോടുകൂടി കുഞ്ഞുങ്ങളെല്ലാം ഏറ്റുവാങ്ങി അവരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുവാദത്തോടുകൂടി തേരിൽ കയറി തിരിച്ചു പോരുകയാണ്. അങ്ങനെ അല്പസമയം കൊണ്ട് ആ കൃഷ്ണാർജുനന്മാർ ദ്വാരകയില് ബ്രാഹ്മണന്റെ ഭവനത്തില് എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴോ സന്തോഷാശ്രുക്കൾ തൂകിക്കൊണ്ട് ആ ബ്രാഹ്മണൻ ഗദ്ഗദകണ്ഠനായി അർജുനനെ വീണ്ടും 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 അനുഗ്രഹിച്ചു. സർവേശ്വരനായ ഭഗവാന്റെ സഹായം കൊണ്ട് മാത്രമാണ് ആർക്കും സർവവിധ വിജയങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകിച്ച് നമുക്ക് ഈ സന്താന ഗോപാലം എന്ന് പറയുന്ന ഭഗവത് ലീലയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പുരാണ സത്യം ഭാഗവത ധ്യാനത്തിലൂടെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു അവബോധം എല്ലാ കാലത്തും ഉണ്ടാവുക തന്നെ ചെയ്യണം. കാരണം ഈശ്വരീയമായ മഹിമയുടെ അനുഗ്രഹം സദാ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചൈതന്യത്തിന്റെ പ്രകാശധാരയാൽ ഞാനിവിടെ ധർമ്മം ആചരിച്ചു പോകുന്നു എന്ന അവബോധത്തോടുകൂടി ഈ ലോകത്തില് ഈശ്വരീയമായ ശക്തിയുടെ മൂലമന്ത്രത്തെ ജപിച്ചുകൊണ്ടും രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയാണ് എന്നുള്ള പൂർണ്ണ അവബോധത്തോടുകൂടി ഇവിടെ ജീവിച്ചു പോവുക തന്നെ വേണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. ഇനിയും നമ്മൾ ഈ ദശമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമായ 90ാമത്തെ അധ്യായത്തെ കൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. നിരോധം എന്ന് പറയുന്ന ദശമസ്കന്ധത്തിന്റെ ലക്ഷണം ഉപസംഹരിക്കുന്ന അധ്യായമാണ് ഈ 90ാമത്തെ അധ്യായം. വൃന്ദാവനത്തിലെ വലവികളെ പോലെ തന്നെ ഭഗവാന്റെ അതിലാളനകളേൽക്കാൻ സാധിച്ച രുക്മിണ്യാദി ദേവിമാർക്കും എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണ സ്മരണ എന്നത് സ്വാധീനമായി. അവർക്കാർക്കും ഒരു നിമിഷാർദ്ധം പോലും ഭഗവാനെ മറന്നിരിക്കുവാൻ സാധ്യമല്ലാതെയായി. നോക്കൂ, സർവേന്ദ്രിയങ്ങളും സ്വാഭാവികമായിട്ടും ഭഗവാങ്കലേക്ക് പ്രവഹിക്കുക എന്നുള്ളത് തന്നെയാണ് നിരോധം എന്ന് പറയുന്ന ലക്ഷണം. ഭഗവാന്റെ പുത്രപൗത്ര വംശം അസംഖ്യമാണ്. ആ ഭഗവാന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മാത്രം 3,88,000 ആചാര്യന്മാര് ദ്വാരകയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വലിയവരുടെ സംഖ്യ എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയല്ലേ. അങ്ങനെ യോഗേശ്വരന്മാർക്ക് കൂടി അചിന്ത്യമായ വണ്ണം തന്റെ ദിവ്യലീലകളെ ഭഗവാൻ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക തന്നെ ചെയ്തു. ഈ ഭഗവത് ലീലകൾ ഗംഗയേക്കാൾ പവിത്രവും സുലഭവുമാണ്. നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാൻ
സ്നേഹിക്കുന്നവർക്കെന്ന പോലെ ദേഷിക്കുന്നവർക്കും മോക്ഷം കൊടുക്കുക തന്നെ ചെയ്തു. ഇപ്രകാരമുള്ള ഭഗവത് ലീലകളുടെ ശ്രവണ കീർത്തന സ്മരണകളാൽ ആർക്കും അനായസേന നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള വഴി സാക്ഷാൽ ഭഗവാൻ നമുക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിലൂടെ തുറന്നു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഏകാദശ സ്കന്ധത്തിലേക്കാണ് പ്രവേശിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ 6-ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഥാഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ദശമസ്കന്ധം പൂർണ്ണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഹംസാവതാരം വരെയാണ് ഏകാദശ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം വരെയാണ് 6-ാമത്തെ ദിവസത്തിലെ ഭാഗവത കഥകളിലൂടെ നമുക്ക് പ്രചരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ബോധിപ്പിക്കുവാനായിട്ടുള്ളത്. ഈ ദശമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട്, ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത്ര നേരം പറഞ്ഞതായിരിക്കുന്ന ദശമസ്കന്ധത്തിലെ തത്വങ്ങൾ പറയാത്ത കഥകളിലെ തത്വങ്ങൾ കൂടി ഒന്ന് ഈ അവസരത്തിൽ ചിന്തിക്കാം. കാരണം ഈ കഥകളിൽ നിന്നും ആത്മീയമായിരിക്കുന്ന സത്യം, ആത്മീയമായിരിക്കുന്ന രഹസ്യം, ആത്മീയമായിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധിക്കുവാൻ സാധിക്കണം. വേദം അതിനിഗൂഢമായി പ്രകാശിപ്പിച്ചു പോയിരിക്കുന്ന ആ അതിദിവ്യങ്ങളായിരിക്കുന്ന ആ ഈശ്വരീയമായ മഹിമയുടെ സാരം, പരമാർത്ഥം ആർത്തനും അർത്ഥാർത്ഥിക്കും ജിജ്ഞാസുവിനും ജ്ഞാനിക്കും ബോധിക്കുവാൻ വേണ്ടിയിട്ട് സരളമായ ഭാഷയിലൂടെ പ്രകാശിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഏതെങ്കിലും ചില കല്യാണ കഥകൾ പോലെ, അമ്മമ്മ കഥകൾ പോലെ, നോവൽ സാഹിത്യം പോലെ വായിച്ച് തള്ളുവാനുള്ളതല്ല ഈ ശ്രീമദ് ഭാഗവതം. അവയിലെ തത്വവും നമ്മൾ ബോധിക്കുക തന്നെ വേണം. അപ്പോഴാണ് തത്വസ്വരൂപമായിരിക്കുന്ന എന്റെയും അതുപോലെ പ്രപഞ്ചത്തിന്റെയും അതുപോലെ ഈശ്വരന്റെയും യഥാർത്ഥ മഹിമ നമുക്കറിയുവാൻ സാധിക്കുക. ആയതിനു വേണ്ടി നമുക്കിനിയും ദശമസ്കന്ധത്തിലെ ആ കഥാഭാഗങ്ങളിലെ തത്വം ശ്രവിക്കുവാൻ ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.